ഷലോം. ഷലോം. 2022 നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്ന ഈ സമയത്ത് Amen. പുതുവർഷത്തെക്കുറിച്ച് കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രോമിസുകൾ, വാഗ്ദത്തങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വളരെ സന്തോഷത്തോടുകൂടെ ഞങ്ങളായിരിക്കുന്നു. ഹല്ലേലൂയ. Hallelujah. ഈ വർഷം ഏറ്റവും വലിയ ദൈവിക വാഗ്ദത്തത്തിന്റെ ഒരു നിറവേറുന്ന വർഷമായിരിക്കും. Amen. ഹല്ലേലൂയ. കർത്താവ് ഈ വർഷം ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് അതിശ്രേഷ്ഠമായ വാഗ്ദത്തങ്ങളാ, Amen. ഏറ്റവും മഹത്വകരമായ പ്രോമിസുകളാണ് കർത്താവ് നമ്മളോട് ഈ വർഷത്തിൽ കർത്താവ് നമ്മളോട് ഇടപെട്ടിരിക്കുന്നത്. ഈ വർഷം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ ശ്രേഷ്ഠമായ പ്രോമിസ് ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് ഷെയർ ചെയ്യാൻ പോവുകയാണ്. Amen. The year of amazing and triumphing. Hallelujah. Hallelujah. Year of amazing and triumphing. Amen. Amen. വിസ്മയിപ്പിക്കുന്നതും ജയകരവുമായ ഒരു വർഷമായി ഇത് മാറും. Amen, Jesus. ഹല്ലേലൂയ. Hallelujah. വിസ്മയത്തിന്റെയും അതിശയിപ്പിക്കുന്ന ഒരു വർഷം, വിസ്മയിപ്പിക്കുന്ന ഒരു വർഷം. അനേകരെ നിങ്ങളുടെ ജീവിതത്തിൽ യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ട് വിസ്മയിച്ചു പോകുന്ന, അതിശയിക്കുന്ന ഒരു വർഷമായി മാറും. അതോടൊപ്പം തന്നെ വളരെ ജയഘോഷത്തിന്റെ, Amen, Jesus. ജയത്തിന്റെ ഒരു ഇയറായി മാറും. അമേസിംഗ് ട്രയം. ഹല്ലേലൂയ. വിസ്മയിപ്പിക്കുന്ന ഒരു ജയം നിങ്ങളുടെ ലൈഫിൽ ഈ വർഷമുണ്ടാകും. എത്ര പേർ അത് വിശ്വസിക്കുന്നു? എത്ര പേർ അതിനെ സ്വീകരിക്കുന്നു? ഒന്ന് കർത്താവിനോട് പറഞ്ഞേ, ഈ വർഷം വിസ്മയത്തിന്റെ അമേസിംഗ് ഇയർ ആയിരിക്കും, ഒരു ട്രയംപിംഗ് ഇയർ ആയിരിക്കും. പറഞ്ഞു, ഇത് എൻ്റെ ലൈഫിൽ ഒരു അമേസിംഗ് ഇയർ ആയിരിക്കും. ഇയർ ഓഫ് അമേസിംഗ് ആൻഡ് ട്രയംപിംഗ്. നിങ്ങൾ കണ്ട് അത്ഭുതപ്പെടുന്ന ഒരു വർഷം, നിങ്ങളെ ജയഘോഷമായി നടത്തുന്ന ഒരു വർഷം, ജയത്തിലൂടെ നടത്തുന്ന ഒരു വർഷം. പ്രിയ ദൈവമക്കളെ, ഈ വാഗ്ദത്തമൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും: ഇതെന്റെ ജീവിതത്തിൽ നിവൃത്തിയാകുമോ? എന്നാൽ ഇന്ന് ഈ വാഗ്ദത്തം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ചാലഞ്ച് ചെയ്ത് പറയുകയാണ്, നിശ്ചയമായിട്ടും ഈ വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. കർത്താവ് നിങ്ങളോട് സംസാരിച്ചതുപോലെ നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന ജയഘോഷത്തിന്റെ നാളുകളായിരിക്കും ഇനിയുള്ള വർഷങ്ങൾ. Amen. നോക്കണം, ഒരു വാഗ്ദത്തം എന്ന് പറയുന്നത് പർട്ടിക്കുലർ ഒരു ആണ്ടിൽ ആരംഭിച്ച് അവസാനിക്കുന്ന വാഗ്ദത്തമല്ല. ഓരോ പുതിയ വർഷത്തിലും ദൈവം ഓരോ വാഗ്ദത്തങ്ങളെ സംസാരിക്കുമ്പോൾ ആ വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നു എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയറിൽ ഉന്നതത്തിലുള്ള ഫല സമൃദ്ധിയുടെ വർഷം എന്ന് പറയുമ്പോൾ അത് വെറും 2021 ആണ്ടിലേക്ക് മാത്രമുള്ള വാഗ്ദത്തമല്ല. ഫ്രം ദ ജാനുവരി 2021 മുതൽ കണ്ടിന്യൂസ് ആയിട്ട്, എന്ന് പറഞ്ഞാൽ 2022 പ്രവേശിക്കുമ്പോഴും നിങ്ങൾ ഉന്നതത്തിലുള്ള ഫലം കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. 22 കുറിച്ച് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വിസ്മയിക്കുന്ന ഒരു ജയഘോഷത്തിനകത്തായിരിക്കുക എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഒക്കെ തോന്നാം. ഒരു പഴയ നിയമത്തിലെ ഒരു ചെറിയ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നോക്കണം, ഇസ്രായേൽ ജനമെല്ലാം ഫെലിസ്തീയ പടയെ പേടിച്ച് യുദ്ധത്തിന് പോകുവാൻ എഫിഷ്യൻ്റ് ആയവർക്ക് പോലും കഴിയാതെ അവർ ഭയത്തിനകത്തായിരിക്കുമ്പോൾ ചെറിയ ദാവീദ്, ബാലനായ ദാവീദ്, അഭിഷേകമുള്ള ദാവീദ്, യഹോവയായ ദൈവത്തെക്കുറിച്ച് ഒരു വെളിപ്പാടുള്ള ദാവീദ് വെറും 5 കല്ലുകൾ മാത്രം എടുത്തുകൊണ്ട് ചെന്നിട്ട് ആ വലിയ ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലനെ തൻ്റെ കരത്തിലിരിക്കുന്ന ഒരു ചെറിയ കല്ലുകൊണ്ട് വീഴ്ത്തുന്ന സംഭവം നമുക്കറിയാം. പ്രിയ ദൈവമക്കളെ, അത് സംഭവിക്കുന്ന സെക്കൻഡിൽ തന്നെ എന്താണ് സംഭവിക്കുന്നത്? ഈ മല്ലൻ ശിരച്ഛേദം ചെയ്യപ്പെട്ട് തോറ്റു പോകുമ്പോൾ ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ദാവീദിന്റെ സഹോദരന്മാർ ഉൾപ്പെടെ, ശൗൽ രാജാവ് ഉൾപ്പെടെ ഒരു വലിയ സൈന്യം മുഴുവൻ ഇസ്രായേലും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ ജയം കണ്ട ഉടനെ ഇസ്രായേൽ ജനങ്ങളും സൈന്യവും എല്ലാം ആർത്തുഘോഷിക്കുന്ന ഒരു ശബ്ദമുണ്ടായിരിക്കും: ഞങ്ങൾ ജയിച്ചു, ഇസ്രായേൽ ജയിച്ചു, ഇസ്രായേൽ ജയിച്ചു. ഇതായിരിക്കും അവർ മുഴക്കുന്ന ശബ്ദം. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ആരാണ് അവിടെ ജയിച്ചത്? ഈ ജയത്തിന്റെ പിന്നിൽ ആരാണ് കാരണക്കാരൻ? നമുക്ക് മനസ്സിലാകും, ഒരു ചെറിയ ദാവീദാണ് ഇതിന് കാരണക്കാരൻ. എന്നാൽ ആ ഒരു ചെറിയ ദാവീദിന്റെ ജയം അത് ഒരു ഇസ്രായേലിന്റെ മുഴുവനും ജയമായി മാറി. അതുമല്ല, ഒരു വിസ്മയിപ്പിക്കുന്ന ജയമാണത്. കാരണം എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു നോക്കിയാൽ ബുദ്ധിക്ക് അതീതമാണ്. കാരണം വെറും ഒരു സാധാരണ ഒരു കല്ലുകൊണ്ട് ആ ഫെലിസ്തീയ പടയുടെ നേതാവായ ആ മല്ലനായ ആ മനുഷ്യനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അമേസിംഗ് ആണ്, വിസ്മയഭരിതമാണ്.
അങ്ങനെയുള്ള വിസ്മയിപ്പിക്കുന്ന ഒരു ജയത്തിൻ്റെ ആഘോഷമാണ് കർത്താവ് ഈ ആണ്ട് മുതൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നും കൂടെ ചുരുക്കി പറഞ്ഞാൽ, ഇനി ജയം നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടുവാൻ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇനി കഠിനമായി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇത് പറയുമ്പോൾ തന്നെ പല മേഖലകളിലും തോൽവിയടഞ്ഞ ഒത്തിരി പേര് ഞങ്ങളെ കേൾക്കുന്നുണ്ട്. എന്നാൽ അന്ന് ഇസ്രായേൽ സെലിബ്രേറ്റ് ചെയ്തതുപോലെ ഇയർ ഓഫ് സെലിബ്രേഷൻ ആയിട്ട് ഈ ആണ്ട് നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുവാനായിട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഓൾറെഡി സംഭവിച്ച ഒരു ജയത്തെ, വിസ്മയിപ്പിക്കുന്ന ഒരു ജയത്തെ ഈ ആണ്ടിൽ നിങ്ങൾ ആഘോഷിക്കുക. ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ഈ വർഷത്തിലുള്ള ദൈവത്തിന്റെ ഹിതം. ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവിൻ്റെ ലൈഫ് നമ്മൾ നോക്കിയാൽ ഒരു അമേസിംഗ് ട്രയംബിംഗ് ലൈഫായിരുന്നു യേശു കർത്താവിൻ്റെ ലൈഫ്. ഹല്ലേലൂയ. അതിശയിപ്പിക്കുന്ന ഒരു ജയത്തിൻ്റെ ലൈഫായിരുന്നു. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ പോലും കർത്താവ് അതിശയിപ്പിക്കുന്ന ഒരു ജയഘോഷമായിരുന്നു, ഒരു ജയമായിരുന്നു യേശു കർത്താവിൻ്റെ ലൈഫിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിൻ്റെ ഓരോ പ്രവൃത്തികളും നോക്കിയേ, അവിടെയെല്ലാം നമുക്ക് അമേസിംഗ് ലൈഫ്. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പക്ഷപാതക്കാരനോട് കർത്താവ് പറയുന്നു, നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് നടക്കുക. യേശുവിൻ്റെ ലൈഫിൽ നടക്കുന്ന അത്ഭുതങ്ങൾ അവരെ വിസ്മയിപ്പിക്കുക. ഇതുപോലെ കർത്താവിൻ്റെ ലൈഫിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിസ്മയിപ്പിക്കുന്ന പ്രവർത്തികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിസ്മയിപ്പിക്കുന്ന അത്ഭുതങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. വിസ്മയിപ്പിക്കുന്ന ഉപദേശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ മൗനം പോലും വിസ്മയിപ്പിക്കുന്ന യേശു കർത്താവിൻ്റെ മൗനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിസ്മയിപ്പിക്കുന്ന യേശുവിൻ്റെ മറുപടികളെ, ആൻസറുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് നോക്കിയേ, ഇങ്ങനെ ഒരു ഇയർ നിങ്ങളുടെ ലൈഫിൽ 2022 ഓപ്പൺ ആകുക. പിതാവാം ദൈവം അതിനെ ഓപ്പൺ ആക്കി തരികയാണ്. ഹല്ലേലൂയ. അതിനെ കർത്താവ് ഓപ്പൺ ചെയ്തു തരികയാണ്. എത്ര പേർ അതിനെ സ്വീകരിക്കാൻ തയ്യാറാണ്? മക്കളെ, ഈ പറഞ്ഞതുപോലെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എല്ലാത്തിനകത്തും വിസ്മയിപ്പിക്കുന്നവനായ ഒരു മറ്റൊരു വ്യക്തി ലോക ചരിത്രത്തിന്റെ പുസ്തകങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ. എല്ലാ രീതിയിലും ഒരു പക്ഷേ ചില വ്യക്തികളുടെ ചില കണ്ടുപിടുത്തങ്ങൾ നമ്മളെ വിസ്മയിപ്പിക്കുന്നതായിരിക്കാം. ചില വ്യക്തികളുടെ പ്രീച്ചിങ് നമ്മളെ വിസ്മയിപ്പിക്കുന്നതായിരിക്കും. ചില വ്യക്തികളുടെ ചില ഏരിയകൾ യഥാർത്ഥത്തിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്നതായിരിക്കും. എന്നാൽ ഇങ്ങനെ ദൈവത്തിന്റെ സകല സമ്പൂർണതയും വസിക്കുന്നവനായ ക്രിസ്തുവിനെ നോക്കിയാൽ ക്രിസ്തുവിന്റെ എല്ലാ ഏരിയകളും യഥാർത്ഥത്തിൽ അമേസിംഗ് ആണ്. യേശു സംസാരിച്ചാൽ, യേശു നോക്കിയാൽ, യേശു പ്രവർത്തിച്ചാൽ, യേശു മറുപടി പറഞ്ഞാൽ, എല്ലാ രീതിയിലും യേശു എന്ന് പറഞ്ഞാൽ തന്നെ അമേസിംഗ് എന്ന മറ്റൊരു വാക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും. ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ജീവിതം മടുത്തു നിരാശയിൽ, കഴിഞ്ഞ ആണ്ടുകൾ വരെയും എന്തൊക്കെയോ പ്രത്യാശയുണ്ടായിരുന്നു. എന്നാൽ ഈ ആണ്ട് നിരാശയിൽ മടുത്തു ഞങ്ങളെ കേൾക്കുന്ന ചില വ്യക്തികളുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ആണ്ടുകളിൽ വരെ പലതിനെയും ഫോക്കസ് ചെയ്തു. ചിലർ ബിസിനസ് മേഖലകളിൽ, ചിലർ മറ്റു ചില മേഖലകളിലെല്ലാം. എന്നാൽ അവിടെയെല്ലാം പരാജിതരായി നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയാതെ ഇന്ന് ഞങ്ങളെ കേൾക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്, എല്ലാ ഏരിയകളിലും, എല്ലാ മേഖലകളിലും വിസ്മയിപ്പിക്കുന്നവനായ യേശുക്രിസ്തുവിനെ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതം യഥാർത്ഥത്തിൽ ഒരു അമേസിംഗ് ട്രയംപിന്റെ, വിസ്മയിക്കുന്ന ജയഘോഷത്തെ മുഴക്കുന്ന ഒരു ജീവിതമായിട്ട് നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതം മാറും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ ക്രൈസ്റ്റിന്റെ ലൈഫിലേക്ക് നിങ്ങൾ വന്നാൽ കർത്താവിന്റെ വചനത്തിന് പറയുന്നു, നമ്മളെ ജയോത്സവമായി ഒരു ട്രയംപിംഗ് ലൈഫ്, ആമേൻ, ജയത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നടത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്താണ് ട്രയംപിംഗ്, ഇയർ ഓഫ് ട്രയംപിംഗ്? ട്രയംപിംഗ് എന്ന് പറഞ്ഞാൽ ആ വേർഡ് തന്നെ പറയുന്നത് ജയഘോഷം, സെലിബ്രേറ്റ് ദ ട്രയം എന്നാണ് ആ വാക്കിന്റെ ഗ്രീക്ക് അർത്ഥം പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് എന്തെങ്കിലും യുദ്ധം ചെയ്ത് ജയിക്കുക എന്നുള്ളതല്ല, ജയത്തെ ആഘോഷിക്കുക, സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ വേർഡിന്റെ ജയത്തെ ആഘോഷിക്കുക. ആമേൻ. പ്രിയ ദൈവമക്കളെ, സെലിബ്രേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ ലൈഫ് ഇസ് ദ ലൈഫ് ഓഫ് സെലിബ്രേഷൻ. നമ്മൾ രക്ഷിക്കപ്പെട്ടു,
വീണ്ടും ജനിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയുന്നുവെങ്കിലും പലപ്പോഴും നമുക്കിപ്പോഴും ആഘോഷിക്കണമെങ്കിൽ ലോകത്തിലേക്ക് നോക്കണം. നമ്മുടെ കുടുംബത്തിലൊരു മാരേജ് വരണം, അല്ലെങ്കിൽ മാറി മാറി കാലചക്രങ്ങൾക്കിടയിൽ വരുന്ന ഏതെങ്കിലും സീസണുകളിൽ വെളിപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ആഘോഷം വന്നാലേ ഒരു ദൈവ പൈതലാണെങ്കിലും യഥാർത്ഥത്തിൽ ആഘോഷിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. ഇന്ന് ഞങ്ങൾ ഈ വേർഡ് നിങ്ങളോട് കൈമാറുമ്പോൾ ഞങ്ങളെ കേൾക്കുന്ന ഓരോ ദൈവമക്കളുടെയും ഹൃദയ ദൃഷ്ടികൾ പ്രകാശിപ്പിക്കപ്പെടണമെന്ന് ഞങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? കൊലോസ്യർക്ക് എഴുതിയ 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്ക് ഇങ്ങനെയാണ് പറയുന്നത്: അമ്മേ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി മാറ്റി എന്നാണ്. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശു മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ക്രൂശിൽ നാം യഥാർത്ഥത്തിൽ കാണുന്നത് ലോക കണ്ണുകളിൽ നോക്കിയാൽ പരാജിതനായ ഒരു ക്രിസ്തുവിനെയാണ്. മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത അതുവരെയും അത്ഭുത അടയാളങ്ങൾ, മിറക്കിൾ മിനിസ്റ്റർ ചെയ്ത യേശു ഇതാ ഇപ്പോൾ നിസ്സഹായനായിട്ട് ക്രൂശിൽ മരിക്കുന്ന യേശു. അതുകൊണ്ടാണല്ലോ നമ്മൾ പലപ്പോഴും ദുഃഖവെള്ളിയാഴ്ചയെല്ലാം വളരെ ദുഃഖത്തോടുകൂടെ ആത്മതപനം ചെയ്തുകൊണ്ട് നമ്മൾ ദുഃഖത്തോടുകൂടെ ആ ദിവസം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ക്രൂശിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് വിരോധമായിട്ട്, യേശുക്രിസ്തുവിന് വിരോധമായിട്ടല്ല, എനിക്കും നിങ്ങൾക്കും വിരോധമായിരുന്ന എല്ലാ കയ്യെഴുത്തുകളെയും ആയുധവർഗം വെപ്പിച്ചിട്ട് യേശുക്രിസ്തു ക്രൂശിന്മേൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ആരുടെ മേലാണ്? അതിന് തൊട്ടു മുമ്പുള്ള വേർഡ് ഇങ്ങനെയാണ് പറയുന്നത്: അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തു മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. പല രീതിയിലുമാണ് നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. എന്നാൽ ദൈവവചനം പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെയുള്ള എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും എല്ലാം ആയുധവർഗം വെപ്പിച്ചിട്ട് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ പങ്ക് എന്താണെന്നറിയാമോ? നാം ഇവയുടെ മേൽ യുദ്ധം ചെയ്യുക എന്നല്ല, മറിച്ച് ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടത് ഇതാണ്: യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് നേടിത്തന്ന ജയഘോഷത്തെ നാമും ചേർന്ന് ആഘോഷിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞത്. നാം ഡേ ബൈ ഡേ, ഓരോ ദിവസവും കർത്താവായ യേശുക്രിസ്തു നമുക്ക് നേടിത്തന്ന ആ ജയത്തെ ആഘോഷിക്കുക, ടു സെലിബ്രേറ്റ്. നമ്മൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അമ്മേൻ യഥാർത്ഥത്തിൽ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയരെ, ഈ വാഗ്ദത്തം കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്: ഇത് പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്. ഈ വാഗ്ദത്തമായി പിതാവ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ തുടർന്നും രക്ഷ അനുഭവിച്ചതിനു ശേഷവും വീണ്ടും പരാജിതമായി, നിരാശയോടെ, ടെൻഷനിൽ, ഭാരത്തിൽ, ദുഃഖത്തിൽ, പാപത്തിന് അടിമപ്പെട്ടുള്ള ഒരു ജീവിതം ജീവിക്കാനല്ല, മറിച്ച് എല്ലാത്തിനകത്തും ജയഘോഷത്തോടെ വിസ്മയിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുക എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ചുള്ള പിതാവിന്റെ ഹൃദയം. അപ്പൊ ഈ വർഷം സെലിബ്രേഷനായി മാറണം. ട്രയംപിംഗ് ഇയർ എന്ന് വെച്ചാൽ യേശു കർത്താവ് നേടിത്തന്ന ജയത്തെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക യേശു ക്രിസ്തുവിനോട് കൂടെ. കർത്താവിൻ്റെ ജയം പോലും അമേസിങ് ട്രയംപ്. ഹല്ലേലൂയ. വിസ്മയിപ്പിക്കുക. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫും മറ്റുള്ളവരെ അതിശയിപ്പിക്കും. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന അത്ഭുതങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന പ്രവർത്തികൾ, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന വിടുതലുകൾ, നിങ്ങളുടെ ലൈഫ് മറ്റുള്ളവരെ അതിശയിപ്പിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞു കർത്താവിൻ്റെ ഉപദേശം പോലും വിസ്മയിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 28-ാമത്തെ വാക്യം, അതൊന്ന് ആ വാക്യം ഒന്ന് വായിച്ചു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം പറഞ്ഞു: യേശുവിൻ്റെ വചനം അവർ കേട്ട് കഴിഞ്ഞപ്പോൾ, യേശു ആ വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, യേശു കർത്താവിൻ്റെ ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു എന്നാണ് പറയുന്നത്. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിക്കുക. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കും? ആമേൻ. അമേസിംഗ്, വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള കർത്താവിൻ്റെ ഉപദേശങ്ങൾ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിൻ്റെ ആ വചനങ്ങൾ നിങ്ങളെ അതിശയിപ്പിക്കുന്ന ഗോഡ്സ് വോയിസുകൾ, റേമാസ്, അധികമായി
ഡീപ്പർ ലെവലിൽ നിങ്ങൾക്ക് ഈ വർഷം കിട്ടും. ഹല്ലേലൂയ. ഒരു സ്പിരിച്വൽ ഫുഡ്, എനർജി ഫുഡ്, ഹല്ലേലൂയ, ആത്മീകമായിട്ടുള്ള എല്ലാ വൈറ്റമിനുകളും നിറഞ്ഞ ആ ദൈവവചനമെന്ന ആത്മീക ഭക്ഷണം എന്ന് വെച്ചാൽ അത് കേൾക്കുമ്പോൾ നിങ്ങളെ തന്നെ അതിശയിപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന ആ വേർഡിൻ്റെ ഡെപ്ത് നിങ്ങളുടെ ജീവിതത്തിൽ അധികമായി നിറയാൻ പോകുന്ന ഒരു വർഷമായി ഇത് മാറാൻ പോകുകയാണ്. ഇതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 14-ാമത്തെ വാക്യം നോക്കുക. ആ വാക്യം ഒന്ന് വായിച്ചു. അവൻ ഒരു വാക്കിനും ഉത്തരം പറയായികയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു. ഒന്ന് ശ്രദ്ധിച്ചേ, യേശു കർത്താവിൻ്റെ മൗനത്തിൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു. മൗനമായിരിക്കുമ്പോൾ പോലും ആശ്ചര്യപ്പെടുകയാണ്. ദൈവമക്കളെ, നമ്മൾ എതിർത്ത് പറയുമ്പോഴല്ല, നമ്മൾ എതിർത്ത് സംസാരിക്കുമ്പോഴല്ല, നിങ്ങളുടെ മൗനം പോലും വിസ്മയിപ്പിക്കുന്ന നിലവാരത്തിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫിൽ ഇതൊരു അമേസിങ് ഇയറാണ്. കർത്താവിനോട് ചോദിക്കുന്ന പല ക്വസ്റ്റ്യനുകളും പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ പരീക്ഷിക്കാൻ ഒരു ചോദ്യം ചോദിക്കുമ്പോഴും കർത്താവിൻ്റെ മറുപടി അത് കേട്ടവർ വിസ്മയിച്ചു എന്നാണ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 22-ാമത്തെ വാക്യം അതൊന്ന് വായിച്ചേ. അവർ കേട്ടു, ആശ്ചര്യപ്പെട്ടു, അവനെ വിട്ടു പോയി കളഞ്ഞു. ലൈക്ക് ജീസസ്, യേശുവിനെ പോലെ നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ അതിശയിപ്പിക്കും. നിങ്ങളുടെ നന്മകൾ, നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് മറ്റുള്ളവർ കണ്ട് വിസ്മയിപ്പിക്കുന്ന ലെവലിൽ, അതിശയിക്കുന്ന രീതിയിൽ ആമേൻ കർത്താവ് നടത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. നോക്കിയേ, എല്ലാവരും 3 ദിവസമായി യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ടേയിരിക്കുന്നു. അത് തന്നെ ഒരു അമേസിങ്. 3 ദിവസമായി കർത്താവിൻ്റെ വചനം മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, വേറൊരു ഭക്ഷണവും കഴിക്കുന്നില്ല. അവിടെ അവർ വിശക്കുന്ന സമയത്ത് അവരുടെ കരത്തിലുള്ളത് 5 അപ്പവും 2 മീനും. എന്നാൽ അവിടെ നോക്കി ഒരു സൂപ്പർ നാച്ചുറൽ ഗ്രോത്ത്, അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള മിറാക്കിൾസ്, അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വർധനവും. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വർധനവുണ്ടാകാൻ പോകുകയാണ്. പത്രോസിൻ്റെ പടക് അതുവരെ ശൂന്യമാണ്, പക്ഷെ യേശു ആ പടകിൽ വന്നു, കർത്താവിൻ്റെ ശബ്ദം കേട്ടു. അവിടെ ഒരു അമേസിങ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും, അമേസിങ് ഇൻക്രീസിങ് നമുക്ക് കാണാൻ സാധിക്കും. ഈ വർഷത്തിൽ ഇങ്ങനെയുള്ള മൾട്ടിപ്ലിക്കേഷൻ, അമേസിങ് ഇൻക്രീസിങ്, വർധനവും പെരുക്കവും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാനത് ഡിക്ലെയർ ചെയ്യുന്നു ആസ് എ സൺ ഓഫ് ഗോഡ്. നിങ്ങൾ ഇപ്പോൾ ശൂന്യതയിലായിരിക്കാം, ഇപ്പോൾ നിങ്ങളുടെ ബോട്ട് കാലിയായിരിക്കാം, ഇപ്പോൾ നിങ്ങളുടെ കരത്തിലുള്ളത് കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ തികയുന്നില്ലായിരിക്കാം. പക്ഷേ ഈ വർഷത്തിൻ്റെ പ്രോമിസ് അമേസിങ് ട്രയംഫ് എന്നായതുകൊണ്ട്, ഹല്ലേലൂയ, നിങ്ങൾ പരാജയപ്പെടുന്ന വർഷമല്ല, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയോ പരാജയപ്പെട്ടു പോകുകയോ ആ ശൂന്യതയിൽ വായ ബോട്ടിൽ പരാജിതനായി ഇറങ്ങി ഭവനത്തിലേക്ക് പോകുന്ന വ്യക്തിയോ ആയിരിക്കത്തില്ല. ഒരു അമേസിങ് ട്രയംഫ്, ആ ബോട്ട് നിറയും, നിങ്ങളുടെ കരത്തിലുള്ളത് വർദ്ധിക്കും. ഇത് ഈ വർഷത്തിൽ സംഭവിക്കും. ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാവും, ഹെവൻലി വിസിറ്റേഷൻസ്, ഹെവൻലി ബ്രേക്ക് ത്രൂസ്, എൻകൗണ്ടറുകൾ അധികമായി ഈ വർഷത്തിൽ നടക്കും. ഹല്ലേലൂയ. ലോകത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകാം, പല ഇടങ്ങളിൽ ജോലികൾ നഷ്ടപ്പെടും, പല പ്രശ്നങ്ങളുണ്ടാകാം. ഹല്ലേലൂയ. കർത്താവിനെ കാണിച്ചു, ഈ വർഷത്തിൽ ഒത്തിരി മരണങ്ങൾ, പല ഇടങ്ങളിൽ പല മരണങ്ങൾ, പല അനർത്ഥങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. പലതരത്തിലുള്ള ആകാശത്തിൽ നടക്കുന്ന അപകടങ്ങൾ, വെള്ളത്തിന്മീതെ നടക്കുന്ന അപകടങ്ങൾ, മണ്ണിന്മേൽ കരയിന്മേൽ നടക്കുന്ന അപകടങ്ങൾ, ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും, വയലൻസുകൾ വർദ്ധിക്കുന്നു, ക്രൂരതകൾ വർദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഈ വർഷത്തിൽ ഒത്തിരി ഉണ്ട്. എന്നാൽ ദൈവമക്കളെ കർത്താവ് ഒരു അമേസിങ് ആയി ജയഘോഷത്തിലൂടെ നടക്കും. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾക്കിതൊരു സെലിബ്രേഷൻ ആയിരിക്കും. ക്രൈസ്റ്റിൽ നിങ്ങൾക്കൊരു സെലിബ്രേഷൻ ആയിരിക്കും. കഴിഞ്ഞ നാളുകളിൽ നമുക്കറിയാം, കോവിഡുകൾ വന്നു, പല പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ദൈവമക്കളെ കർത്താവ് എത്ര അത്ഭുതകരമായി നടത്തി. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനോട് ക്ലോസ് ആയിരിക്കുന്നവർ പറയും, ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായി കർത്താവ് നടത്തിയത്, ഏറ്റവും അത്ഭുതകരമായി നടത്തിയത്. കഴിഞ്ഞ വർഷം കർത്താവ് നമ്മളോട് പറഞ്ഞത് ഫ്രൂട്ട്ഫുൾനെസ് ഇൻ ദ ഹയറിലും, ഉന്നതങ്ങളിലെ ഫലസമൃദ്ധി. നിശ്ചയമായിട്ടും ആ ഫലസമൃദ്ധി യഥാർത്ഥമായി കണ്ടൊരു വർഷമാണ് 2021. ഹല്ലേലൂയ. ആ വർഷത്തിൽ പറഞ്ഞ സകല പ്രോമിസുകളും നിറവേറി, സകല വാഗ്ദത്തങ്ങളും നിറവേറി.
ഒന്നും നിറവേറാനില്ല. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യത്തോടെ പറയാൻ കഴിയും 2022 ദി ഇയർ ഓഫ് അമേസിംഗ് ആൻഡ് ട്രയംപിംഗ്, ദി ഇയർ ഓഫ് അമേസിംഗ് ട്രയം. ഹല്ലേലൂയ. ഇത് നിറവേറാതിരിക്കത്തില്ല. വിശ്വസിക്കുന്ന നിങ്ങളുടെ മേൽ ഇത് അസാധാരണമായി അത്ഭുതകരമായി ഇത് നിറവേറും. ഹല്ലേലൂയ. അല്ലേ? ഒരു അമേസിംഗ് ട്രയംപ് ആയിരിക്കും. അമേസിംഗ് ട്രയംപായിട്ട് നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇത് വെളിപ്പെടും. അതുപോലെ തന്നെ പ്രിയ ദൈവമക്കളെ, ആമേൻ, അപ്പോസ്തലന്മാർ തങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഈ ഒരു ജയഘോഷത്തിനകത്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവരുടെ ജീവിതത്തിൽ പലപ്പോഴും സുവിശേഷം നിമിത്തമൊക്കെയുള്ള പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ വരുമ്പോഴും ഒരിക്കൽ പോലും ഈ ജയത്തിൽ നിന്നും അവരെ ആർക്കും പിന്മാറ്റുവാനായിട്ട് കഴിഞ്ഞില്ല. അവർ എല്ലായിടത്തും അവർ ജയത്തെ ആഘോഷിക്കുന്നവരായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 14-ാം വേർഡ് വായിക്കുമ്പോൾ വേർഡ് ഇങ്ങനെ നമ്മളോട് പറയുന്നത്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. നോക്കണം, ക്രിസ്തുവിൽ എല്ലായ്പ്പോഴും ഞങ്ങളെ ജയോത്സവത്തോടെ നടത്തുക. ആമേൻ, 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 ഹല്ലേലൂയ. നോക്കണം, എപ്പോഴും ജയത്തോടെ നടക്കുവാൻ കഴിയുമോ? എപ്പോഴും നമുക്ക് ജയത്തിന്റെ ഉത്സവത്തിലായിരിക്കാൻ കഴിയുമോ? വചനം പറയുന്നു, ആമേൻ, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. കാരണം എല്ലായിടത്തും നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ എപ്പോഴും എല്ലായിടത്തും നിങ്ങൾക്ക് ജയോത്സവത്തോടു കൂടെ ആയിരിക്കാനായിട്ട് കഴിയും. ആമേൻ. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ അവൻ പരാജിതനായിരുന്നോ ആ മേഖലകളിലെല്ലാം കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ അവന് ജയം നേടിത്തന്നു. പാപത്തിന്റെ മേൽ, ശാപത്തിന്റെ മേൽ, ദാരിദ്ര്യത്തിന്റെ മേൽ, അവന്റെ പാപ സ്വഭാവത്തിന്റെ മേൽ, അവൻ്റെ എല്ലാ പരാജയങ്ങൾക്കും മേൽ കർത്താവായ യേശുക്രിസ്തു ജയോത്സവം കൊണ്ടാടിയതുകൊണ്ട് ആ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും അവൻ്റെ മുൻപിൽ എന്തെല്ലാം കാര്യങ്ങൾ വന്നാലും അതിനെല്ലാം ജയിച്ച് ഒരു ജയോത്സവത്തോടെ മുന്നേറുവാൻ ആമേൻ കർത്താവായ യേശുക്രിസ്തു അവൻ്റെ കൂടെയുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ സത്യം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ചില വിഷയങ്ങളുടെ മേൽ ഒരു ജയത്തെ നൽകുന്ന ഇയർ മാത്രമല്ല, എല്ലായ്പ്പോഴും എന്നും നിങ്ങൾ ജയോത്സവമായി നടക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ വർഷമാണ് 2022 എന്നുള്ള. തിരിച്ചറിഞ്ഞേ, ഈ 2022 അത് എൻ്റെ ലൈഫിൽ അതൊരു അമേസിംഗ് ട്രയംപിംഗ് ഇയർ ആയിരിക്കും. ഹല്ലേലൂയ. അതിശയിപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന ജയഘോഷത്തിൻ്റെ വർഷമായിരിക്കും. നിങ്ങൾ തോൽവിയുടെ അല്ല, പരാജയത്തിൻ്റെ അല്ല, നിരാശയുടെ അല്ല. ഇത് എന്തെങ്കിലും ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും അതിൻ്റെ അവസാനം ഒരു വിസ്മയിപ്പിക്കുന്ന ജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. പഴയ നിയമത്തിൽ യുദ്ധങ്ങളിലൊക്കെ ഇസ്രായേൽ ജയിക്കുന്നത് കണ്ടാൽ ശരിക്കും ഒരു അത്ഭുതകരമായ, അതിശയിപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന ജയത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഒരു സാധ്യതയും കാണത്തില്ല, പക്ഷേ അവിടെ ഒരു അമേസിംഗ് ട്രയംപ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഒരു ലൈഫായി കർത്താവ് നിങ്ങളുടെ ലൈഫിനെ 2022 ഓപ്പൺ ആയിരിക്കുക. ആ അറ്റ്മോസ്ഫിയർ, ആ റിലം ഓപ്പൺ ആവുകയാണ്. ഹല്ലേലൂയ. ആ ഡോർ ഓപ്പൺ ആവുകയാണ്. നമുക്ക് ഒരുമിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ? ഈ വർഷം നമ്മൾ കേൾക്കുന്ന ഇവരുടെ ലൈഫ് ഒരു അമേസിംഗ് ട്രയംപിംഗ് ഇയർ ആയി മാറണം അല്ലേ? എല്ലാ ബ്ലെസ്സിങ് ഇവരുടെ മേൽ ഇപ്പോൾ വെളിപ്പെടണം. എത്ര പേർ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നു? ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ 2 പേരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മക്കളെ ഈ വർഷത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ അനുഗ്രഹിക്കുന്നു. ഇയർ ഓഫ് അമേസിംഗ് ആൻഡ് ട്രയംപിംഗ്, ആ പ്രൊഫറ്റിക്കൽ വേർഡ്, ആ പ്രോമിസ് വേർഡ് ഞങ്ങൾ ഡിക്ലെയർ ചെയ്തു, ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ വർഷത്തിലുള്ള നിരാശകൾ മാറട്ടെ, കണ്ണുനീരുകൾ മാറട്ടെ, ശൂന്യതകൾ മാറി അതിശയിപ്പിക്കുന്ന ഒരു ജയം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു, പ്രാർത്ഥിച്ച്. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന ഈ ദൈവജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ തന്നെ ഈ വാഗ്ദത്തം പരിപൂർണമായും ഇവരുടെ ജീവിതത്തിൽ ഒരു റെവലേഷൻ ആയിട്ട് മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ കർത്താവേ, ഇവർക്ക് വിരോധമായിരുന്ന സകല കൈയെഴുത്തുകളെയും അങ്ങ് ആയുധവർഗം വെപ്പിച്ച് അപ്പാ അതിന്റെ മേലെല്ലാം അങ്ങ് ജയോത്സവം കൊണ്ടാടി എന്നുള്ള തിരിച്ചറിവ്, ബോധ്യം ഇവർക്കുണ്ടാകട്ടെ. അതുകൊണ്ട് കർത്താവ്, ഇവർ സ്ട്രഗിൾ ചെയ്യുകയല്ല, ഇവർ കഠിനമായി അധ്വാനിച്ചുണ്ടാകുന്ന ഒരു വിടുതലല്ല, മറിച്ച് ക്രിസ്തു യേശുവിലുള്ള
ആ ക്രൂശിന്റെ വിടുതലുകളെ അനുഭവിപ്പാൻ, ആ ക്രൂശിന്റെ വിടുതലുകളെ അമേൻ ആഘോഷിപ്പാൻ അങ്ങ് ഇവർക്ക് അധികം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും നിരാശയിൽ, ദുഃഖത്തോട്, ഭാരത്തോട്, പ്രയാസത്തോടു കൂടെ ആയിരിക്കുന്നുവെങ്കിൽ ഈ സമയം തന്നെ കർത്താവേ ഇവരുടെ ജീവിതം ഒരു വിസ്മയത്തിന്റെ ജീവിതമായി, ഇവരുടെ ജീവിതം ജയോത്സവത്തിന്റെ ജീവിതമായി മാറേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ വെളിപ്പാടുകളെ ആത്മാവിൽ തിരിച്ചറിയുവാൻ ഇപ്പോൾ തന്നെ ഇവരുടെ സ്പിരിച്വൽ ഐസ് ഓപ്പൺ ആകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ക്രിസ്തു യേശു ഇവരുടെ ജീവിതത്തിൽ ചെയ്ത വിടുതലിനെ കർത്താവേ ഇവർ ആത്മ കണ്ണുകൊണ്ട് കണ്ട് ആ ജയത്തെ ഇവർ ആഘോഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ 2022 ഇവർ ആ പുതിയ റിലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആത്മീകമായ വർധനവിൽ പ്രവേശിക്കട്ടെ. സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകട്ടെ, റെവലേഷനുകൾ ഓപ്പൺ ആകട്ടെ. ഇവരെ ഫിനാൻഷ്യൽ മേഖലകൾ ഇവർ ബ്ലെസ്ഡ് ആകട്ടെ, ഇവരെ ആരോഗ്യത്തിൽ ഇവർ ബ്ലെസ്ഡ് ആകട്ടെ, ഒരു കുടുംബപരമായ ജീവിതത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വർഷം കർത്താവേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമ്പത്തിലും സമാധാനത്തിലും കുടുംബത്തിലും ആത്മീയതയിലും സകല വിധത്തിലുള്ള സമൃദ്ധി ഇവർക്കുണ്ടാകട്ടെ. ഒരു ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ് ഇവർക്കുണ്ടാകട്ടെ. യേശുവേ കർത്താവേ ഇവർ നിരാശപ്പെടാൻ ഇടവരുത്, ഇവർ ദുഃഖിക്കാൻ ഇടവരരുത്, ഒരു അനർത്ഥങ്ങൾ ഉണ്ടാകരുത്, ഒരു അപകടങ്ങൾ ഉണ്ടാകരുത്, ഒരു കർത്താവെ പരാജയങ്ങൾ ഉണ്ടാകരുത്. ക്രിസ്തുവിലുള്ള ആ വിസ്മയിപ്പിക്കുന്ന ജയഘോഷത്തിൽ ഇവർ ജീവിതത്തിൽ മുന്നേറട്ടെ. കർത്താവെ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരൊരു ബ്ലെസ്സിംഗ് ആയി മാറട്ടെ, ഇവരൊരു അനുഗ്രഹമായി മാറട്ടെ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവെ 2022 അനുഗ്രഹിച്ച് ഇവരുടെ കരത്തിൽ സമർപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഇവർ വളരെ സമൃദ്ധിയോടുകൂടെ പ്രവേശിക്കട്ടെ, ഇവർ ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ, ഇവർ മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് പ്രവേശിക്കട്ടെ. കൃപമേൽ കൃപ ഇവരുടെ മേൽ നിറയട്ടെ കർത്താവേ. യേശുമായിട്ടുള്ള അഭേദ്യമായ റിലേഷൻഷിപ്പ് ഇവർക്കുണ്ടാകട്ടെ കർത്താവേ. ഒരു ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നതുപോലെ ആരംഭം മുതൽ കർത്താവിനോടൊപ്പം ഇവർ നടക്കട്ടെ, ഓടിനകത്ത് വസിക്കുന്നവരായി ഇവർ മാറട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും കൂടെ ഇവരിൽ വസിക്കുന്ന ഒരു വർഷമായി മാറട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ തകർന്നു പോകത്തില്ല, നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല, നിങ്ങൾ നിരാശപ്പെട്ടു പോകത്തില്ല. നിങ്ങളെ കർത്താവ് അധികമായി ബ്ലെസ് ചെയ്യും. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് ഇവരെ ബ്ലെസ് ചെയ്യും. Hallelujah. We give you all glory, Papa. In Jesus' name. Amen. 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 Glorious, glorious, glorious New Year wishes. Amen. Hallelujah. Amen. ഞങ്ങൾ ഒരിക്കൽ കൂടി ഡിക്ലെയർ ചെയ്യുന്നു, year of amazing and triumphing. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എന്ത് പ്രയർ വിഷയങ്ങളും ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഈ വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്ക് മൂന്നാർ ശിക്ഷ സദനിൽ വെച്ച് നമ്മുടെ മീറ്റിംഗ് ഉണ്ട്, ചർച്ച് വർഷിപ്പുണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങൾ ആ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ വെള്ളിയാഴ്ചയും സൂമിനകത്ത് വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 ഇന്ത്യൻ സമയം 6:30 നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ട്, സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. അതിനകത്ത് കണക്ട് ആകുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പേഴ്സണലായി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും ആ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you. God bless you all. God bless you.